ഡമ്മി ലാത്തിക്കടി കൊണ്ടിട്ട് നമ്മുടെ മുഖത്ത് നീലച്ചിടുന്നത്. ഞങ്ങളുടെ പെയിനൊക്കെ പോട്ടെ, പക്ഷെ അന്ന് കുഞ്ഞു മക്കൾക്ക് വരെയും തല്ലുകൊണ്ടിരുന്നത്. അവരുടെ പെയിൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പെയിനൊന്നും ഒന്നുമല്ലല്ലോ. കാരണം ആ സെറ്റ്, ആ തീപിടുത്തം, പോലീസുകാർ ഓടുന്ന കലർന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആ ഇമോഷൻസ് ഓട്ടോമാറ്റിക്കലി കിട്ടുവാണ്. ഇവരത്രയും സഫർ ചെയ്തിട്ടുണ്ടാവും, അത്രയും പെയിൻഫുള്ളായിട്ടുള്ള മൊമെൻറ്റ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരാരും ഒരിക്കലും തല കുനിച്ച് സംസാരിക്കില്ല, തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുള്ളൂ, കണ്ണിലൊക്കെ സംസാരിക്കുള്ളൂ. നമ്മൾ ആ വീഡിയോസ് ഞാൻ അയക്കുന്ന മുമ്പ് വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു പെയിനാണ് നമുക്ക് ആ ഒരു സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്ത്. അവർ നിന്നെ എന്തെങ്കിലും ചെയ്തരോ? ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവൻ വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം തരുന്ന ഗ്ലാസ്സിൽ വരെ ഉണ്ടാവും ആ രാഷ്ട്രീയം. അത് ഈ പറഞ്ഞാൽ ഒന്നാമത്തെ ക്ഷമിക്കും, രണ്ടാമത്തെ വന്നു കഴിയുമ്പോൾ ഞാൻ പറയും. ദേഷ്യപ്പെടുക, ആരെയും ഹേർട്ട് ചെയ്യില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മുഖത്തോക്കി തന്നെ പറയാറുണ്ട്. പേടിയില്ല സാറേ, മരിക്കുന്നെങ്കിൽ ഈടെ കിടന്ന് മരിക്കാം. അത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാത്തൊരു വിഷ്വലാണ്. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ബൊലേറോ അടിച്ച് മാമ വന്നു നമ്മൾ ആ ഒരു ആകാംക്ഷയുടെ പുറത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാം മറുപടി തരായിരുന്നു. കീമയവ് കഴിഞ്ഞ സമയത്ത് 2 ആഴ്ച എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഇതുപോലെ ഒരു രാത്രി എണീറ്റിരുന്നിട്ട് കരയുവാണ്, കണ്ണിന്ന് വെള്ളം. പക്ഷെ എനിക്ക് സങ്കടമില്ല, ഒന്നുമില്ല, പക്ഷെ ഭയങ്കരമാണ് കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നു, ഞാൻ കരയുന്നുണ്ട്, പക്ഷെ എനിക്ക് കരയണം എന്നൊരു താല്പര്യമില്ല, പക്ഷെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, നരിവേട്ട അങ്ങനെ ഒരു ഡോറും കൂടി എനിക്ക് ഓപ്പൺ ആക്കി തന്നു. ഇല്ലെങ്കിൽ നമ്മളും ഇതൊന്നും അറിയാതെ എല്ലാവരെ പോലെ സ്ക്രോൾ ചെയ്ത് നടക്കും.